ഈശോയിലെ പ്രേമുള്ളവരെ സത്യസന്ധമായിട്ട് ജീവിക്കുക, ജെന്യുവനായിട്ട് ഇരിക്കുക, ഫേക്ക് ആകാതെ ജീവിക്കുക. സത്യസന്ധമായിട്ട് ജീവിക്കുമ്പോൾ ദൈവം പറഞ്ഞിട്ടുണ്ട്, മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത്, ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പൊരുത്തിക്കൊള്ളും. സുസന്നയുടെ കഥയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, സുസന്ന തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ അവൾക്കത് പറഞ്ഞു ഫലിപ്പിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പുറത്ത് നിൽക്കുന്നവർ ശക്തരാണ്. പക്ഷെ സുസന്ന തൻ്റെ സത്യത്തിൽ വിശ്വസിക്കുകയാണ്. തൻ്റെ ഒരു നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊരു തരം ധൈര്യമുണ്ട് ഇല്ലേ? നമ്മൾ തെറ്റ് ചെയ്യാത്തപ്പോൾ നമുക്ക് ധൈര്യമുണ്ട്. ഇപ്പം അപ്പുറത്ത് നിൽക്കുന്ന ആള് നമ്മളെക്കാൾ ശക്തനാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സത്യം അവിടെ തെളിയിക്കപ്പെടാതെ പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാലും നമ്മൾ പറയില്ലേ, സത്യമാണ് ജയിക്കുള്ളൂ. നമുക്ക് മനസ്സിനൊരു പ്രത്യാശ ഉണ്ടാവില്ല. അവിടെ ദൈവം ഒരു പ്രവാചകൻ അയക്കുന്നു, സുസന്നായെ രക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്താ തോന്നണേ? നിങ്ങൾ ദൈവം പറഞ്ഞ വഴിയിലൂടെ നടന്നിട്ട് നിങ്ങൾക്കൊരു നഷ്ടം സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതായത് ദൈവം നിങ്ങളോട് പറഞ്ഞു ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ സത്യമാണത്. ജെറമ്യാ പ്രവാചകനോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു, ഇങ്ങനെ ഈ ജനത്തോട് ഇത് പറയാൻ പറഞ്ഞു. എസെക്കിയേൽ പ്രവാചകനോട് പറഞ്ഞു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു. അതുപോലെ വേശ്യയായ സ്ത്രീ വിവാഹം കഴിക്കാൻ പറഞ്ഞ പ്രവാചകൻ. അപ്പം ഇങ്ങനെ ദൈവം ഒരു കാര്യം പറഞ്ഞു, നിങ്ങളത് ചെയ്തു. അത് മറ്റുള്ളവർക്ക് അക്സെപ്റ്റൻസ് തരുന്ന ഒരു സംഗതി ആയിരുന്നില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾക്ക് അത് സ്വീകരിക്കപ്പെടുന്ന ഒരു സംഗതി ആയിരുന്നില്ല. പക്ഷെ പറഞ്ഞ ദൈവമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സത്യസന്ധമായിട്ട് ചെയ്ത ഒരു കാര്യമാണ്. അപ്പം ഈ മനുഷ്യന്മാർക്ക് നമ്മളെ തോൽപ്പിക്കാൻ പറ്റുമോ എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഞാൻ പറയുന്നില്ല ചാലഞ്ചുകൾ ഉണ്ടാവില്ലെന്നോ പ്രശ്നം ഉണ്ടാവില്ലെന്നോ ഒന്നും പറയുന്നില്ല, കാരണം അപ്പുറത്ത് തിന്മയ്ക്കും അതിൻ്റെതായിട്ടുള്ള ശക്തി ഉണ്ടല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഡാനിയേലച്ചൻ്റെ ഒരു കഥയുണ്ട്. ഡാനിയേലച്ചൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള പ്രഭാഷണം പറഞ്ഞു കേട്ടിട്ട് ഒരാളുടെ കഥയുണ്ട്. ഒരു തെറ്റും ചെയ്യാതെ തെറ്റ് ചെയ്തു എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് ദേവാലയ ശുശ്രൂഷയിൽ നിന്നും അദ്ദേഹത്തിനെ മാറ്റി നിർത്തുവാണ്. അങ്ങനെ ആൾ ദുഃഖിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആളെ വിദേശത്ത് കൊണ്ടുപോയി. ഇന്നിപ്പം വലിയൊരു സമ്പന്നനായിട്ടുള്ള വ്യക്തിയായിട്ട് ആൾ മാറി. അപ്പം അദ്ദേഹം അനുഭവിച്ചു എന്നുള്ള സത്യമാണ്, പക്ഷെ അതിന് ദൈവം പരിഹാരം ചെയ്തു. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വം. ഞാനും ഓരോ ദിവസവും ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്, എന്തൊരു ഫേക്കായിട്ട് ആളുകൾ ജീവിക്കുന്നു, പക്ഷെ അത് ചോദ്യം ചെയ്യുന്നില്ല ആരും. ഫേക്കായിട്ട് ജീവിച്ചാൽ അത് അക്സെപ്റ്റബിൾ ആണ്, സ്വീകരിക്കപ്പെടുന്നു. ഇപ്പോൾ ഭാര്യയും ഭർത്താവും സ്നേഹിക്കുന്നില്ല പരസ്പരം, പക്ഷെ അവർ ഒന്നിച്ച് ജീവിക്കുന്നു, അവർ മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ നന്നായി അഭിനയിക്കുന്നു. അപ്പോൾ ജനം ഓക്കെയാണ്. അതേസമയം നിങ്ങൾ ജെന്യുവനായിട്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ, ഇല്ല എനിക്കിത് ശരിയാവുന്നില്ല, എന്നെ കൊണ്ട് ഇത് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതല്ല എനിക്ക് വേണ്ടത് ഇതാണ്, അങ്ങനെ നിങ്ങൾ സത്യസന്ധമായിട്ട് ജെന്യുവനായിട്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യർക്ക് അത് അപ്സെറ്റായിട്ട് ഫീൽ ചെയ്യണം. അവർ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നു, അത് അങ്ങനെയല്ലല്ലോ വേണ്ടത്. അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പിക്ചറിലേക്ക് നിങ്ങൾ വന്നില്ല എങ്കിൽ, ജനത്തിൻ്റെ എക്സ്പെക്ടേഷൻസ് അനുസരിച്ച്, നിങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ എക്സ്പെക്ടേഷൻസ് അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചില്ല എങ്കിൽ അവർ നിങ്ങളെ ചോദ്യം ചെയ്യാനും കുറ്റപ്പെടുത്താനും ഉപദേശിക്കാനും നിങ്ങളെ അതുപോലെ പിലാത്തോസിന് മുമ്പിൽ കർത്താവിന് നിർത്തിയ പോലെ നിർത്താനും ഒക്കെ തുടങ്ങും. അപ്പം ഞാൻ എന്താ ചെയ്യണ്ടേ? പിലാത്തോസിന് മുമ്പിൽ നിൽക്കുമ്പം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അതായത് തൊട്ടപ്പുറത്ത് കുരിശ് മരണമാണ് വരാൻ പോകുന്നത് ക്രിസ്തുവിന്. അപ്പം എന്താ ചെയ്യണ്ടേ? അപ്പോൾ നമ്മൾ പറയണമായിരുന്നു, ഈശോ പറയണമായിരുന്നു, എൻ്റെ പൊന്നു പിലാത്തോസേ, ഇതൊക്കെ വെറുതെ പറഞ്ഞാണ്, ഇത് ഞാൻ പറഞ്ഞൊന്നും സത്യമല്ല, എനിക്കിപ്പോൾ അതിന് രക്ഷപ്പെടാം, ഞാൻ പറഞ്ഞൊന്നും സത്യമല്ല, ഇത് ഞാൻ ദൈവപുത്രനൊന്നല്ല, ഞാൻ വെറുതെ ഇതിലെ പോയപ്പോൾ എന്നൊക്കെ പറഞ്ഞ് ദൈവം തിരുത്തിയോ? ഉത്ഥാനമുണ്ട് എന്ന് ഉയർപ്പുണ്ട് എന്ന് ഉറപ്പുള്ള ഒരു ദൈവത്തിന് കുരിശുമരണം എന്ന് പറയുന്നത് അവസാന വാക്കല്ല. ഞാൻ പറയുന്നു, സത്യസന്ധമാകുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും, പക്ഷെ പരിപാലിക്കാൻ കഴിവുള്ള ഒരു അപ്പനുണ്ട്. മദർ തെരേസ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിഷ്കളങ്കരായാലും അവർ നിങ്ങളെ പറ്റിക്കും, പക്ഷെ പറ്റിക്കപ്പെടും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നന്മ ചെയ്യുക. നമ്മുടെ അക്കൗണ്ടൊക്കെ ഇരിക്കുന്നത് സ്വർഗത്തിലാണെന്നേ. നമ്മൾ ഈ വിശ്വാസികളുടെ ജീവിതം എന്ന് പറയുന്നത് സ്വർഗം ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്നേ. ഞാനത് ചെയ്തോ എന്ന് ചോദിച്ചാൽ, ഞാനത് ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴാണ് മറ്റേ ആൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവണമെങ്കിൽ അങ്ങനെ പറയാൻ എനിക്ക് പറ്റില്ല. ഞാൻ ചെയ്ത കാര്യമാണ്, ഞാൻ എൻ്റെ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ എനിക്കത് ചാലഞ്ചസ് തരുമ്പോഴും എനിക്ക് പ്രശ്നങ്ങൾ തരുന്നുണ്ടെങ്കിലും എനിക്കറിയാം ഞാൻ എന്നോട് സത്യസന്ധത പുലർത്തിയിട്ടുണ്ട് അല്ലേ. ഞാൻ ഉദാഹരണം പറയുവാണ്, അതായത് നിങ്ങളുടെ ഒരു സത്യമുണ്ട്, ആ സത്യത്തിൽ നിങ്ങൾ സുസന്നായ പോലെ ഉറച്ചു നിൽക്കുകയാണ്. ഒരു ദൈവദൂതനെ അയക്കാൻ കർത്താവിന് പറ്റില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ദൈവത്തിന് പറ്റില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? പക്ഷെ ഞാൻ പറയുന്നു, അത്ര സുഗമമായിരിക്കില്ല. ഇപ്പം ചെങ്കടല് മുമ്പിൽ ഉണ്ടായിരുന്നിട്ടും അവരതിലൂടെ തന്നെ ദൈവം നയിച്ചു. വേറെ വല്ലൊരു വഴി ദൈവത്തിന് കൊടുക്കാമായിരുന്നില്ലേ? അപ്പം ചിലതൊക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ നിശ്ചയം. പക്ഷെ കാനാൻ ദേശം നിങ്ങൾക്ക് തരാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ചിലതിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകേണ്ടി വരും. നിങ്ങൾക്കൊരു സത്യമുണ്ടായിരിക്കും, നിങ്ങൾ ദൈവത്തെയാണ് പിൻചെല്ലുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന് അറിയാം ഇതൊക്കെ എന്നൊക്കെ ഒരു വിശ്വാസത്തിലേക്ക് നിങ്ങൾ എത്തുവാണെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. തോൽപ്പിക്കാന്ന് പറഞ്ഞാൽ ലോകത്തിലെ പരാജയങ്ങളെ കുറിച്ചല്ല,
അവരെല്ലാം നിങ്ങളെക്കുറിച്ച് നല്ലത് പറയും, നിങ്ങളുടെ തന്നെ കണ്ണിൽ നിങ്ങൾ ഒരു മോശം ആളാകുകയും ചെയ്യുന്ന ആ ഒരു ദിവസം നിങ്ങൾക്ക് ഹാപ്പിനെസ് തരൂ? മറ്റുള്ളവരെല്ലാം നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കുമ്പോഴും ഹാപ്പിനെസ് എന്ന് പറഞ്ഞ ഉള്ളിൽ നിന്ന് വരുന്നൊരു സംഗതിയല്ലേ? നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഈ സ്വത്തൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് മറ്റുള്ളവരെ വെട്ടിച്ചും പറ്റിച്ചൊക്കെ ആണെന്ന് അറിയുമ്പോൾ എത്ര സ്വത്തിന് നടുവിൽ കിടന്നാലും നിങ്ങൾക്ക് ഉറക്കം വരും. അപ്പം എന്താ ശരിക്കും അത്യന്താപേക്ഷിതമായി വേണ്ടേ? നമ്മുടെ ഹൃദയത്തിൽ എന്താ നടക്കുന്നതെന്നുള്ളതാണ് നിങ്ങളുടെ ചരിത്രം. അതാണ് നിങ്ങളുടെ തലവര എഴുതാൻ പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ദൈവത്തിന് മുമ്പിലിരുന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ എന്നോട് സത്യസന്ധത പുലർത്തിയോ? ഞാൻ പറഞ്ഞ കാര്യങ്ങളിലും ചെയ്ത കാര്യങ്ങളിലും ഞാൻ സത്യസന്ധത പുലർത്തിയോ? എൻ്റെ ദൈവത്തിന് നിരക്കാത്ത എന്തെങ്കിലും വഴിയിലൂടെ ഞാൻ പോയോ? അങ്ങനെയെങ്കിൽ തിന്മയ്ക്ക് എന്നെ സ്വാധീനം ചെലുത്താൻ പറ്റും, തിന്മയ്ക്ക് എന്നെ ഉപദ്രവിക്കാൻ പറ്റും. ഇനി അതൊന്നുമില്ല, ഞാൻ എൻ്റെ കർത്താവിനെയാണ് പിൻചെന്നത്, എൻ്റെ മനസാക്ഷിയാണ് ഞാൻ പിൻചെന്നത്, ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നിയിട്ടാണ് ഞാൻ ചെയ്തത്. ഇപ്പം ശരിയെന്ന് തോന്നിയിട്ട് ചെയ്തു, പക്ഷെ അത് തെറ്റായിരുന്നു എങ്കിൽ തന്നെയും അത് ചെയ്തപ്പോൾ എൻ്റെ ഇൻറ്റൻഷൻ തെറ്റായിരുന്നില്ല, എൻ്റെ ഇൻറ്റൻഷൻ ശരി തന്നെയായിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ വന്നു. അപ്പോഴൊക്കെ നമുക്ക് നമ്മളോട് തോന്നുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, ഒരുതരം കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ എന്താണെന്നുള്ളതല്ല, നിങ്ങളുടെ തന്നെ മുമ്പിൽ എന്താണെന്നുള്ളതിനാണ് ഭയങ്കര പ്രാധാന്യമുള്ളത്. മനുഷ്യന് ഈ മനസാക്ഷി എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. അപ്പം ഈ ഹൃദയത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന സംഗതികളില്ലേ, അത് മറ്റാൾക്ക്, നാട്ടുകാർക്ക്, മറ്റുള്ളവർക്ക്, വീട്ടുകാർക്ക് ഒന്നും മനസ്സിലാവണമെന്നില്ല. നിങ്ങൾക്കൊരു സത്യം ഉണ്ടായാൽ മതി. അപ്പം കഴിഞ്ഞ ദിവസം എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഞാൻ ഈഗോയിസ്റ്റിക് ആണെന്ന് ആളുകൾ വിചാരിച്ചു. അല്ലെ, എനിക്കിങ്ങനെ കമൻറ്റ് ചെയ്യണം. ഞാൻ ഈഗോ എല്ലാ മനുഷ്യനുണ്ട് കേട്ടോ. പക്ഷെ എനിക്കറിയാം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഭയങ്കര എംപ്റ്റീനെസ് ഫീൽ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഹമ്പിൾ ആവാൻ 1000 കാരണങ്ങളുണ്ട്. കാരണം എനിക്ക് എന്നിൽ തന്നെ ബലം കണ്ടെത്താൻ പറ്റാത്ത ഒത്തിരി എനിക്ക് എൻ്റേതായിട്ടുള്ള കുറേ സത്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നതെന്ന് അറിയാമോ? നമ്മൾ ഈ പ്രശ്നങ്ങളോടൊക്കെ പൊരുതിയിട്ട് തളർന്നു പോകാതിരിക്കാൻ വേണ്ടി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടുള്ള ആ ഒരു ശ്രമങ്ങളുണ്ടല്ലോ. മറ്റുള്ള നമ്മൾ ചിലപ്പോൾ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും, അവർ കാണുന്നത് അതാണ്. ഉള്ളിൽ നമ്മൾ തകർന്നു പോകാതിരിക്കാനാണ് ഇങ്ങനെ ഒക്കെ കാണിച്ചത്. പക്ഷെ അവർ കണ്ടതും ജഡ്ജ് ചെയ്തതും മറ്റൊന്നാണ്. ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങളെ വേദനകളും വിഷമങ്ങളും കർത്താവ് കാണുന്നുണ്ട്. നിങ്ങൾ എന്തിലൂടെയൊക്കെ കടന്നു പോയിട്ടാണ് ചില തീരുമാനങ്ങൾ എടുത്തതെന്ന് കർത്താവിന് അറിയാം. നിങ്ങൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളും അനുഭവിച്ച ദുരിതങ്ങളും എല്ലാം കർത്താവ് കാണുന്നുണ്ട്. അത് കർത്താവിനെ അറിയുന്ന പോലെ വേറെ ആർക്കും അറിയില്ല. എല്ലാം നമുക്ക് മനുഷ്യന്മാരെ ബോധിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ നിന്ന് ഒരു 1-1.5 മണിക്കൂർ എക്സ്പ്ലെയിൻ ചെയ്താലും ചില മനുഷ്യന്മാർക്ക് അവർക്ക് ഇഷ്ടമുള്ള സത്യം മാത്രമേ അവർ വിശ്വസിക്കത്തുള്ളൂ. അപ്പം ഞാൻ പറയുന്നത്, നിനക്കും നിന്റെ ദൈവത്തിനും ഇടയിൽ ചില കണക്കുകളുണ്ട്. അത് മറ്റുള്ള മനുഷ്യന്മാർക്ക് മനസ്സിലാവണമെന്നില്ല. അത് നിന്റെ അപ്പൻ അറിഞ്ഞാൽ മതി, നിന്റെ ദൈവം അറിഞ്ഞാൽ മതി. സുസന്നായ സംരക്ഷിച്ച ദൈവത്തിന് നിന്നെ സംരക്ഷിക്കാൻ അറിയാം. നമ്മുടെ ചില വേദനകളും നമ്മൾ ശരിക്കും പുറമെ നമ്മൾ എന്താണ്, ചില കുടുംബങ്ങളിലുണ്ട് ചില മനുഷ്യർ ഉത്തരവാദിത്തം മൊത്തം കുടുംബത്തിൻ്റെ ഏറ്റെടുക്കും. പക്ഷെ സാമ്പത്തികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിമറിഞ്ഞ് എത്തിയപ്പോൾ കടം വന്നിട്ടുണ്ടാവും. പക്ഷെ ഈ കുടുംബത്തിന് വേണ്ടി തന്നെ ആയിരിക്കും ഈ കടം വരുത്തിയത്. പക്ഷെ ആളുകൾ അയാളെ ക്രൂശിക്കുമ്പോൾ പറയാ, അവന് കുടുംബം നോക്കാൻ അറിയാണ്ട് കടം വന്നു പറയും. ഒരുപാട് ത്യാഗം ചെയ്തിട്ടുള്ള ഒരാളായിരിക്കാം ഒരു, പക്ഷേ ജീവിതം തന്നെ ത്യജിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്നാലും കുറ്റപ്പെടുത്തുന്ന സമയത്ത് ആരും ഒരു ദയം ദാക്ഷിണ്യം നിങ്ങളെ കാണിക്കില്ല. നിങ്ങൾ ഭാഗ്യമുള്ളവരാണെങ്കിൽ ഈശോ പിലാത്തോസിന് നിന്ന പോലെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യർ നിങ്ങളെ 2 കൈയും കെട്ടി മിണ്ടാണ്ട് നിർത്തുന്ന അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകും. ഞാൻ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ മഹത്വത്തിൻ്റെ കിരീടം അത് മരണശേഷമാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൾ ശരിയായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ അയാൾ പറഞ്ഞ ശരിയായിരുന്നു കേട്ടോ, അയാളുടെ സിറ്റുവേഷൻ അന്ന് അങ്ങനെയായിരുന്നു കേട്ടോ എന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ച് വന്നിരുന്ന് അത് പറയുന്ന ചില, അതായത് നിങ്ങൾക്ക് ഈ ജന്മത്തിൽ തന്നെ അതിന് പ്രതിഫലങ്ങൾ കിട്ടണ സമയം ഉണ്ടാവും. കർത്താവ് നീതിവാനാണല്ലോ. ഇപ്പം ജനത്തിന് നീതി നടത്തി കൊടുക്കേണ്ട ഒരു രാജാവ് കർമ്മനിരതനാണ്. അപ്പം അവിടുന്ന് നിന്റെ പ്രശ്നം കാണാതിരുന്നിട്ടില്ല. അപ്പം ഞാൻ പറയുന്നത്, നിന്റെ സത്യത്തിൽ ഉറച്ചു നിൽക്കുക. എന്തൊക്കെ വന്നാലും സത്യം വെടിയരുത്. ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. അതിപ്പോൾ നിങ്ങളുടെ സ്വകാര്യ ജീവിതമായിക്കോട്ടെ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതമായിക്കോട്ടെ, ജോലി മേഖല ആയിക്കോട്ടെ, എന്താണെങ്കിലും സത്യത്തിൽ ഉറച്ചു നിൽക്കുക. ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി പൊരുതാൻ പറ്റും, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. പ്രവാചകൻ പറഞ്ഞ പോലെ, അപ്പുറത്തെ സൈന്യം കണ്ടില്ലേ എന്ന് പറയുവാണ് കൂടിയുള്ള ആൾ. പറയും, മോനെ നിന്റെ ആന്തരിക നയനമൊന്ന് തുറന്നേ, ഇവിടെ അതിനേക്കാളും വലിയ സൈന്യമുണ്ട്. പക്ഷെ ചെങ്കടലികൾ നിങ്ങളുടെ മുമ്പിൽ വരും. ചിലതൊക്കെ നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചും ധ്യാനിച്ചും മിണ്ടാണ്ടിരുന്നു, ചില സമയത്ത് മിണ്ടിയും നിങ്ങളുടെ ഭാഗം നിങ്ങൾ പറയേണ്ട ചില സിറ്റുവേഷൻ ഉണ്ടാവും. ചില സിറ്റുവേഷൻ നിങ്ങൾ എത്ര പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പം നിങ്ങളുടെ ലൈഫാണെന്ന് ഞാൻ പറയുന്നത്. ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ലൈഫ്. എന്നിട്ട് ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവത്തിന് നിരക്കാത്തതൊന്നും ചെയ്യാതെ സത്യസന്ധമായി മുന്നോട്ട് പോവുക. വരുന്ന ചാലഞ്ചുകളൊക്കെ നേരിടാൻ ദൈവം നമ്മളെ സഹായിക്കും.
സത്യസന്ധന്റെ കൂടെ ദൈവമുണ്ട്. നീതിമാന് വേണ്ടി ദൈവം പൊരുതും. ഒരുപാട് വചനഭാഗങ്ങളുണ്ട്. നീതിമാന് വേണ്ടിയുള്ളത്, നീതിമാന ദുഷ്ടനിൽ നിന്നും രക്ഷിക്കുക എന്ന് വാക്ക് തരുന്ന ഒരു ദൈവമുണ്ട്. അതുപോലെ തന്നെ അവസാനമായിട്ടൊന്നുകൊണ്ട് പറയാം, കാപട്യത്തോടു കൂടിയുള്ള ജീവിതം നയിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ഉള്ളിൽ ഇല്ലാതാകുന്നതിനേക്കാൾ നല്ലത് ജെന്യുവിനായിട്ട് ജീവിച്ച് ഈ ലോകം തരുന്ന ചാലഞ്ചുകൾ ഏറ്റെടുക്കുന്നതല്ലേ. സത്യസന്ധമായി ജീവിക്കാൻ നിങ്ങൾക്കും എനിക്കും സാധിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.